നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയുടെ ഏതൊരു നിർണായക നീക്കത്തിലും ആ ഭരണാധികാരി പ്രവാസികളെ നെഞ്ചോട് ചേർക്കും. അതെ, യുഎഇ ജനതയുടെ ശാക്തീകരണത്തിനായിരിക്കും എന്നും പ്രഥമ പരിഗണനയെന്ന് യുഎഇ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വ്യക്തമാക്കുകയുണ്ടായി. പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുഎഇ പൗരന്മാർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതെല്ലാം തന്നെ ഉറപ്പുവരുത്തുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും ബാധിക്കുന്ന ഒന്നിനെയും വെച്ചു പുറപ്പിക്കില്ല. യുഎഇയിലും അതുവഴി ലോകത്തും സമാധാനവും സ്ഥിരതയും നിലനിർത്തുകയെന്ന നയം തുടരുമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാനപരമായ സഹവർത്തിത്വം, പരസ്പര ബഹുമാനം, പുരോഗതി തുടങ്ങി യുഎഇയുടെ മൂല്യങ്ങളോട് യോജിക്കുന്ന എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദം പുലർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിച്ച പ്രവാസികളുടെ സേവനത്തെ ഏറെ വിലമതിക്കുന്നതായും അദ്ദേഹം പറയുകയുണ്ടായി. യുഎഇ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ എല്ലാ ലോക നേതാക്കളോടും അദ്ദേഹം നന്ദിയും പറഞ്ഞു. ഒപ്പം തന്നെ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച സുപ്രീം കൗൺസിൽ അംഗങ്ങളോടുള്ള നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തി. പ്രസംഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്: ജനങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുക, സമാധാനത്തിനായുള്ള അന്വേഷണം എന്നത്, യുഎഇയുടെ സുരക്ഷ, പരമാധികാരം, സ്വദേശികൾക്കും പ്രവാസികൾക്കും അഭിനന്ദനം. അന്തരിച്ച ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന് ആദരാഞ്ജലി രേഖപ്പെടുത്തി. യുവാക്കളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള പുതിയ മുന്നേറ്റം, സഹായഹസ്തം നീട്ടൽ, യുഎഇ വിശ്വസനീയമായ ഊർജ്ജദാതാവ്, സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക എന്നത് ലക്ഷ്യം വച്ചിട്ടുണ്ട്. ശാസ്ത്രത്തെ നന്മയ്ക്കായി ഉപയോഗിക്കുക എന്നതിനെയും എടുത്തു പറയുകയുണ്ടായി അദ്ദേഹം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.